Applications of Gauss law. Gauss law നമ്മൾ പഠിച്ചു. ഫ്ലക്സിന്റെ ഇക്വേഷൻ phi is equal to q by epsilon 0 എന്ന് കണ്ടു. ഇനി Gauss law യൂസ് ചെയ്തിട്ട് ഒരു കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷന്റെ ഇഫക്റ്റ് മൂലം ഒരു പർട്ടിക്കുലർ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യണം. അതിലെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് യൂണിഫോംലി ചാർജ്ഡ് വയർ. ഇപ്പോൾ ഒരു ഇൻഫിനിറ്റ്ലി ലോങ് വയർ, അതായത് വളരെ ലോങ് ആയിട്ടുള്ള ഒരു വയർ, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു വയർ, അതിൽ യൂണിഫോം ആയിട്ട് നമ്മൾ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ലോങ് വയർ എടുത്തിരിക്കുന്നു. ലോങ് ആയിട്ടുള്ള വയറിന്റെ ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. വളരെ ലോങ് ആയിട്ടുള്ള ഒരു വയറാണത്. അതിന്റെ ചെറിയൊരു പോർഷൻ മാത്രം എടുത്തു. അതിൽ യൂണിഫോം ആയിട്ട് ചാർജ്, പോസിറ്റീവ് ചാർജ് ആണ് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതൊരു ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇതിന്റെ ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ. ഇനി ഈ ചാർജിൽ നിന്നും ഒരു പോയിന്റ് പി കൺസിഡർ ചെയ്യണം. പിയിലേക്കുള്ള ഡിസ്റ്റൻസ് r ആണ്. അപ്പൊ r ഡിസ്റ്റൻസിൽ പി എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. ഈ പി എന്നുള്ള പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമുക്ക് നോക്കാം. പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്വേർഡ് ഡയറക്ഷനിലായിരിക്കും. ചാർജിൽ നിന്നും പുറത്തേക്കാണ് ഫീൽഡിന്റെ ഡയറക്ഷൻ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് ഇപ്രകാരം മാർക്ക് ചെയ്യാം. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ മനസ്സിലായി. ഇനി പി എന്നുള്ള പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യണം. അത് ഡിറൈവ് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ ഗോസ് ലോ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഗോസ് ലോ യൂസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ക്ലോസ്ഡ് സർഫസ് ഇവിടെ ആവശ്യമാണ്. ഈ ലീനിയർ ആയിട്ടുള്ള ഈ ചാർജ് ഡിസ്ട്രിബ്യൂഷന് ചുറ്റും ഒരു ക്ലോസ്ഡ് സർഫസ് നമുക്ക് ഇമാജിൻ ചെയ്ത് എടുക്കണം. അപ്പൊ അതിന് ഈ ഡിസ്റ്റൻസ് r ആണെന്ന് പറഞ്ഞു. ഇപ്പൊ ഈ പി എന്നുള്ള പോയിന്റിലൂടെ ഞാൻ ഇപ്രകാരം ഒരു ലൈൻ ഡ്രോ ചെയ്താല് ഈ ലൈനിലെ ഏതൊരു പോയിന്റ് എടുത്താലും ആ എല്ലാ പോയിന്റും ഈ വയറിൽ നിന്ന് r ഡിസ്റ്റൻസിലായിരിക്കും. അപ്പൊ ഈ ഒരു ലൈനിലെ എല്ലാ പോയിന്റിലേക്കും ഈ വയറിൽ നിന്നുള്ള ഡിസ്റ്റൻസ് r തന്നെയായിരിക്കും. അതുപോലെ ഈ വയറിന്റെ അപ്പുറത്തെ സൈഡിലും r ഡിസ്റ്റൻസ് എടുത്തു. ഇവിടെയും ഞാൻ ഇപ്രകാരം ഒരു ലൈൻ ഡ്രോ ചെയ്താൽ ഈ ഒരു ലൈനിലെ ഏതൊരു പോയിന്റിലേക്കും ഈ വയറിൽ നിന്നുള്ള ഡിസ്റ്റൻസ് r ആണെന്ന് കാണാം. ഇപ്രകാരം ഈ വയർ ഒരു 3 ഡയമെൻഷനൽ ആയിട്ട് ഇമാജിൻ ചെയ്താൽ ഈ വയറിന് ചുറ്റും ഇതുപോലെ സെയിം r ഡിസ്റ്റൻസിൽ വരുന്ന പോയിന്റുകൾ നമുക്ക് കാണാം. അങ്ങനെയുള്ള എല്ലാ പോയിന്റുകളും നമ്മൾ കമ്പൈൻ ചെയ്താൽ നമുക്ക് കിട്ടുന്ന സർഫസിന്റെ ഷേപ്പ് ഇപ്രകാരമായിരിക്കും. ഇപ്രകാരം സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഒരു ക്ലോസ്ഡ് സർഫസ് നമുക്ക് കിട്ടും. അപ്പൊ ഈ സർഫസിലെ ഏതൊരു പോയിന്റ് എടുത്താലും ആ എല്ലാ പോയിന്റുകളും ഈ വയറിൽ നിന്ന് r ഡിസ്റ്റൻസിലായിരിക്കും. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഗോസിയൻ സർഫസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ കേസിൽ ഈ ഗോസിയൻ സർഫസ് സിലിണ്ടറിക്കൽ ഗോസിയൻ സർഫസ് ആണ്. അപ്പോൾ നമ്മൾ ഒരു സിലിണ്ടറിക്കൽ ഗോസിയൻ സർഫസ് ഇമാജിൻ ചെയ്തു. ഇതിന്റെ ലെങ്ത് r ആണ്, ലെങ്ത് l ആണ്. അപ്പൊ ഈ l ലെങ്ത് ഉള്ള ഒരു വയർ, ഈ വയറിന്റെ ഇൻഫിനിറ്റ് ലോങ് ആയിട്ടുള്ള വയറാണ്, അതിന്റെ l ലെങ്ത് ഉള്ള ഒരു പോർഷൻ മാത്രമേ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന ഗോസിയൻ സർഫസിന്റെ ലെങ്ത് l ആണ്, അതിന്റെ റേഡിയസ് വരുന്നത് r ആണ്. സോ ടു ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് p at a distance r, consider a cylindrical Gaussian surface of radius r and length l. റേഡിയസ് ആറും ലെങ്ത് എല്ലും ഉള്ള ഒരു ഗോസിയൻ സർഫസ് ഇമാജിൻ ചെയ്തു. ഇനി ഈ ക്ലോസ്ഡ് സർഫസിലൂടെയുള്ള ഫ്ലെക്സ് എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ ചിത്രം ശ്രദ്ധിച്ചാൽ കാണാം, ഇവിടെ കർവ്ഡ് ആയിട്ടുള്ള ഇവിടെ ഒരു സർഫസ് ഉണ്ട്. ഇതിന്റെ ടോപ്പിൽ നോക്കി കഴിഞ്ഞാൽ ടോപ്പിൽ ഒരു സർക്കുലർ ഷേപ്പിലുള്ള ഒരു സർഫസ് ഉണ്ട്. അതേപോലെ ബോട്ടത്തിൽ നോക്കിയാൽ, താഴെ നോക്കിയാൽ താഴെയും ഒരു സർക്കുലർ ഷേപ്പിലുള്ള ഒരു സർഫസ് ഉണ്ട്. അപ്പോൾ ഈ ഗോസിയൻ സർഫസിനെ നമുക്ക് 3 ഭാഗമായിട്ട് തിരിക്കാം. നോക്കുക, ഒരു കർവ്ഡ് സർഫസ്, ദെൻ ടോപ്പിൽ കാണുന്ന ഒരു സർക്കുലർ സർഫസ്, താഴെ കാണുന്ന ഒരു സർക്കുലർ സർഫസ്. അങ്ങനെ 3 പോർഷൻസ് ഈ സിലിണ്ടറിക്കൽ ഗോസിയൻ സർഫസിലുണ്ട്. അപ്പൊ ഇതിലെ ഓരോ സർഫസിലെയും ഫ്ലക്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യം കർവ്ഡ് സർഫസ് എടുത്തു. ആ കർവ്ഡ് സർഫസിൽ ഇപ്പൊ ഇവിടെയുള്ള ഒരു പോയിന്റ് പി തന്നെയാണ്. ഈ ചിത്രത്തിലെ പോലെ തന്നെ ഒരു പോയിന്റ് പി ഇവിടെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇതിലെ പോലെ തന്നെ ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്തിരിക്കുന്നു. ഇനി ഇവിടെ സർഫസിന്റെ നോർമൽ എടുത്താൽ, ഈ സർഫസ് ഇവിടെയാണ് ഇരിക്കുന്നത്. സർഫസിന്റെ നോർമൽ എന്ന് പറയുമ്പോൾ നോർമൽ വരുന്നത് ഈ ഡയറക്ഷനിലാണ്. അപ്പൊ ഇവിടെ നോക്കിയാൽ കാണാം, ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും സർഫസിന്റെ നോർമലും ഒരേ ഡയറക്ഷനിലാണ്. അതായത് തീറ്റ is equal to 0.
അപ്പോൾ സിമിലർ സിറ്റുവേഷൻ നമ്മൾ മുന്നേ പഠിച്ചതാണ്. അപ്പോൾ ഫ്ലെക്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. phi is equal to es cos 0. തീറ്റയുടെ വാല്യൂ 0 കൊടുത്തു. then we get phi is equal to es. അപ്പോൾ ഈ കർവ്ഡ് സർഫസിന്റെ എഫക്റ്റ് മൂലം ഉണ്ടാകുന്ന ഫ്ലെക്സിന്റെ വാല്യൂ വരുന്നത് E into S ആണ്. ഇനി ഇവിടുത്തെ ഈ ടോപ്പ് സർഫസ് ഇതാണ്. ആ ടോപ്പ് സർഫസ് ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ടോപ്പ് സർഫസിലെ ഫ്ലെക്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അതിൽ ആദ്യം ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ ഈ ഡയറക്ഷനിൽ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വരയ്ക്കാം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് വരുന്നത് ഈ ഡയറക്ഷനിലാണ്. അതേസമയം ഇങ്ങനെയുള്ള ഈ സർക്കുലർ സർഫസിന്റെ നോർമൽ വരുന്നത് ഇപ്രകാരമാണ്. അപ്പോൾ നോക്കിയാൽ കാണാം ഇലക്ട്രിക് ഫീൽഡിനും സർഫസിന്റെ നോർമലിനും ഇടയിലുള്ള ആംഗിൾ തീറ്റ is equal to 90 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഫ്ലെക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. phi is equal to es cos 90. cos 90യുടെ വാല്യൂ 0 ആണെന്ന് അറിയാം. അതുകൊണ്ട് ഫ്ലെക്സ് phi is equal to 0. ഈ സെയിം താഴത്തെ സർഫസ് ആണ്, താഴെ കാണുന്ന ഈ സർഫസ് ആണ് ഇവിടേക്ക് മാറ്റി വരച്ചിരിക്കുന്നത്. ആ സർഫസിലെയും ഫ്ലെക്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യം ഇലക്ട്രിക് ഫീൽഡ് ഡ്രോ ചെയ്തു. സർഫസിന്റെ നോർമൽ വരുന്നത് ഇപ്രകാരമാണ്. ഇവിടെയും ആംഗിൾ തീറ്റ is equal to 90 ഡിഗ്രി ആണ്. therefore flex phi is equal to es cos 90, that's equal to 0. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം ഈ ടോപ്പിലെ ഈ സർഫസ് ഫ്ലെക്സ് 0 ആണ്. താഴെയുള്ള ഈ സർഫസിലെയും ഫ്ലെക്സ് 0 ആണ്. ഇവിടെ ഫ്ലെക്സിന് കോൺട്രിബ്യൂഷൻ നൽകുന്നത് ഈ കർവ്ഡ് സർഫസ് മാത്രമാണ്. അപ്പോൾ ടോട്ടൽ ഫ്ലെക്സ് എന്ന് പറയുന്നത് es plus 0 plus 0, that is total flex phi is equal to E into S. അപ്പോൾ ഇതാണ് ടോട്ടൽ ഫ്ലെക്സിന്റെ വാല്യൂ വരുന്നത്. ഇതിലെ ഇലക്ട്രിക് ഫീൽഡ് ഇയുടെ വാല്യൂ നമുക്ക് അറിയില്ല. ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാനുള്ളത്. എസ് എന്ന് പറയുന്നത് ഈ കർവ്ഡ് സർഫസിന്റെ ഏരിയ ആണ് നോക്കേണ്ടത്. ഈ കർവ്ഡ് സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഈ സർഫസിന്റെ ഏരിയ നമുക്കറിയാം 2πrl ആണ്. r ആണ് റേഡിയസ്, l ആണ് ലെങ്ത്. അതുകൊണ്ട് സർഫസ് ഏരിയ വരുന്നത് 2πrl ആണ്. അപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. phi is equal to E into 2πrl. This is equation number 1. അപ്പോൾ നമ്മൾ ഫ്ലെക്സ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. ഇനി ഗോസ് ലോ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. ഗോസ് ലോയിൽ പറയുന്നത് by Gauss law phi is equal to q by epsilon 0. ഇവിടെ q എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡയാണ് തന്നിരിക്കുന്നത്. ലാംഡയുടെ ഇക്വേഷൻ നമ്മൾ കണ്ടു. ലാംഡ is equal to q by l, ചാർജ് പെർ ലെങ്ത്. then we can write q is equal to lambda l. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ qവിന് പകരം ലാംഡ l എന്ന് എഴുതിയാൽ ഇക്വേഷൻ phi is equal to lambda l by epsilon 0. this is equation number 2. അപ്പോൾ ഫ്ലെക്സിന്റെ ഇക്വേഷൻ, ഫസ്റ്റ് ഇക്വേഷൻ E into 2πrl നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഇക്വേഷൻ. ഗോസ് തിയറത്തിൽ പറയുന്നത് phi is equal to lambda l by epsilon 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് ഇക്വേറ്റ് ചെയ്ത് എഴുതാം. ഫ്രം ഇക്വേഷൻസ് 1 and 2 we can write E into 2πrl is equal to lambda l by epsilon 0. E into 2πrl is equal to lambda l by epsilon 0. L ക്യാൻസൽ ചെയ്തു പോകും. അപ്പോൾ ഈ വയറിന്റെ ലെങ്ത്തിന് ഇവിടെ പ്രാധാന്യം വരുന്നില്ല. ആ വയറിന്റെ ലെങ്ത് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ലെങ്ത് ക്യാൻസൽ ചെയ്തു പോവുകയാണ്. നമുക്ക് അവസാനം കിട്ടുന്ന റിസൾട്ട് E is equal to lambda by 2πr epsilon 0. So it is independent of length of the wire. In equation, this is the equation for electric field due to an infinitely long, straight, uniformly charged wire. That is E is equal to lambda by 2πr epsilon 0. Equation ശ്രദ്ധിക്കുക. lambda constant ആണ്. 2π epsilon 0 is also constant. പിന്നെ ഇവിടെ variable വരുന്നത് r ആണ്. r എന്നത് p യിലേക്കുള്ള ഡിസ്റ്റൻസ്. p എന്നുള്ള പോയിന്റ് കുറേം കൂടെ അടുത്താണെങ്കിൽ, വയറിനോട് അടുത്താണെങ്കിൽ ഈ r ന്റെ വാല്യൂ കുറവായിരിക്കും. r ഡിനോമിനേറ്ററിൽ വരുന്നത് കൊണ്ട് r കുറയുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി കൂടുന്നു. ഇനി p എന്നുള്ള പോയിന്റ് കുറേം കൂടി അകലെയാണെങ്കിൽ, ഇവിടെയാണെങ്കിൽ r എന്ന് പറയുന്നത് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് r കൂടുന്നു. r ന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി കുറയുന്നു. അപ്പോൾ നമുക്ക് ഇപ്രകാരം എഴുതാം. E proportional to 1/r, or we can say electric field is inversely proportional to distance r. r ന്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി കുറയുന്നതായിട്ട് കാണാം. Second application of Gauss law. Electric field due to
എ യൂണിഫോംലി ചാർജ്ഡ് ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ്. ഒരു ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് ആണ്, അതായത് വളരെ ലാർജ് ഏരിയ ഉള്ള ഒരു ഷീറ്റ്. ആ ഷീറ്റിൽ യൂണിഫോം ആയിട്ട് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു. ഇപ്പൊ സർഫസിൽ കംപ്ലീറ്റ് ആയിട്ടും ചാർജ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഇതൊരു സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ ഇപ്രകാരം ഒരു പ്ലെയിൻ ഷീറ്റ് എടുത്തിരിക്കുന്നു. ഇതിന്റെ സർഫസിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചാർജ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ഈ ഒരു സർഫസും അപ്പുറത്തെ സർഫസും വളരെ തിന്നായിട്ടുള്ള ഷീറ്റ് ആണ്. തിന്നായിട്ടുള്ള ഷീറ്റ് ആയതുകൊണ്ട് ഇതിൽ പോസിറ്റീവ് ചാർജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പോസിറ്റീവ് ചാർജിൽ നിന്നും ഫീൽഡ് ഇങ്ങോട്ടും അതേപോലെ ഈക്വൽ ആയിട്ട് അപ്പുറത്തെ വശത്തേക്കും ഫീൽഡ് ലൈൻസ് പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഇതിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയാണ്. അതായത് ഇതിലെ യൂണിറ്റ് ഏരിയയിൽ വരുന്ന ചാർജ് ആണ് സിഗ്മ എന്ന് പറയുന്നത്. സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ. ഈ പ്ലെയിൻ ഷീറ്റിൽ നിന്നും r ഡിസ്റ്റൻസിൽ ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്താൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ, ഇന്റൻസിറ്റി ഇയുടെ ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യണം. അതിന് നമ്മൾ ഗോസ് ലോ യൂസ് ചെയ്യണം. അപ്പോൾ ഗോസ് ലോ യൂസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ക്ലോസ്ഡ് സർഫസ്, അതായത് ഒരു ഗോസിയൻ സർഫസ് നമുക്ക് ഇമാജിൻ ചെയ്യണം. ഇവിടെ കാൽക്കുലേഷൻ സിമ്പിൾ ആക്കാൻ ഈ സർഫസ് ഏരിയയിലെ ചെറിയൊരു സർഫസ് ഏരിയ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഇതൊരു റെക്ടാങ്കുലർ ഷേപ്പിൽ, ഈ ഷീറ്റ് എടുത്തിരിക്കുന്നത് ഒരു റെക്ടാങ്കുലർ ഷേപ്പിലായതുകൊണ്ട് അതിനുള്ളിൽ ചെറിയൊരു റെക്ടാങ്കിൾ എസ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പോൾ ഈ റെക്ടാങ്കിൾ എസ് ഇതിന്റെ വശങ്ങളിൽ നിന്ന് ഒരേ ഡിസ്റ്റൻസ് r വരുന്ന വിധത്തിൽ നമ്മൾ ഒരു ഗോസിയൻ സർഫസ് ഇവിടെ ഇമാജിൻ ചെയ്യുകയാണ്. അപ്പോൾ ആ ഗോസിയൻ സർഫസിന്റെ ഷേപ്പ് ഇപ്രകാരം വരും. അപ്പോൾ ഇത് എസ് ആണെങ്കിൽ ഇതിന്റെ ഈ എൻഡ് ഫേസ് ഇതിന്റെ ഏരിയയും എസ് തന്നെയാണ് വരിക. അപ്പോൾ ഇവിടെ ഈ സർഫസ് ഏരിയയുടെ ഏത് പോയിന്റിൽ നോക്കി കഴിഞ്ഞാലും എല്ലാതും ഇതേ r ഡിസ്റ്റൻസിൽ തന്നെ വരുന്ന വിധത്തിലാണ് നമ്മൾ ഇവിടെ ഗോസിയൻ സർഫസ് എടുത്തിരിക്കുന്നത്. ഇനി ഈ ഗോസിയൻ സർഫസിൽ ഒരു വശത്ത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇവിടെ നിന്നും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പെനിട്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇതേപോലെ തന്നെ അപ്പുറത്തെ വശത്തും ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പെനിട്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരു വശത്ത് മാത്രമല്ല രണ്ട് സൈഡിലേക്കും ഈക്വൽ ആയിട്ട് പോകുന്നത് കൊണ്ട് ഇപ്പുറത്തും നമുക്ക് ഇതേപോലെ തന്നെ r ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യാം. ആ r ഡിസ്റ്റൻസിൽ ഇതേപോലെ തന്നെ സിമിലർ ആയി ഗോസിയൻ സർഫസ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം. അതിന്റെയും ഈ എൻഡ് ഫേസിലെ ഏരിയ വരുന്നത് s ആണ്. അപ്പോൾ പ്ലെയിൻ ഷീറ്റ് ആയതുകൊണ്ട് പ്ലെയിൻ ഷീറ്റിന്റെ ഇരുവശങ്ങളിലേക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്ത് പോകുന്നത് കൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഗോസിയൻ സർഫസ് ഇതിന്റെ ഇരുവശങ്ങളിലേക്കുമായി എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന ഇപ്രകാരത്തിലുള്ള ഒരു ഗോസിയൻ സർഫസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സർഫസിന്റെ ഏരിയ എസ്, ആ ഏരിയ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇപ്പുറത്തെ ഈ എൻഡ് ഫേസിലെയും ഏരിയ എസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു സർഫസ് ഏരിയ എസ് മാത്രം കൺസിഡർ ചെയ്യാം. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ആ പോസിറ്റീവ് ചാർജിൽ നിന്നും ഔട്ട്വേർഡ് ഡയറക്ഷനിൽ ഈ സർഫസിലൂടെ പെനിട്രേറ്റ് ചെയ്ത് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ സർഫസിലൂടെ അങ്ങനെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ നമ്പർ, അതായത് ഫ്ലക്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ നോക്കാം. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇപ്രകാരമാണ് പെനിട്രേറ്റ് ചെയ്ത് പോകുന്നത്. ഇനി ഈ സർഫസിന്റെ നോർമൽ നമുക്ക് വരയ്ക്കാം. സർഫസിന്റെ നോർമൽ വരുന്നത് ഇപ്രകാരമാണ്. ഇത് ഒരു ഈ സർഫസിന്റെ നോർമൽ ഈ ലൈനിലൂടെയാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം ഇലക്ട്രിക് ഫീൽഡും സർഫസിന്റെ പെർപെൻഡിക്കുലറും നോർമലും ഒരേ ഡയറക്ഷനിലാണ് വരുന്നത്. അതായത് ആംഗിൾ തീറ്റ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഫ്ലക്സ് കാണാനുള്ള ഇക്വേഷൻ ഇവിടെ മാർക്ക് ചെയ്യാം. ഫ്ലക്സ് ഫൈ ഇസ് ഈക്വൽ ടു ഇഎസ് കോസ് തീറ്റയാണ്. കോസ് 0 എന്ന് വരും. തീറ്റ ഇവിടെ 0 ആയതുകൊണ്ട് കോസ് 0, അതുകൊണ്ടാണ് ഫൈ ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു എസ് എന്ന് എഴുതിയത്. ഇതേപോലെ തന്നെ ഈ എൻഡ് ഫേസും കൺസിഡർ ചെയ്യുക. ഇവിടെ നിന്നും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോസിറ്റീവ് ചാർജിൽ നിന്നും ഈ സർഫസിലൂടെ പെനിട്രേറ്റ് ചെയ്ത് പുറത്തു പോകുന്നുണ്ട്. ആ ഫീൽഡ് ലൈൻസ് നമുക്ക് വരയ്ക്കാം. ഇപ്രകാരമാണ് ആ ഫീൽഡ് ലൈൻസ് പോകുന്നത്. ഈ സർഫസിനെ എസ് എന്നുള്ള ഈ സർഫസിനെ പെനിട്രേറ്റ് ചെയ്ത് ഫീൽഡ് ലൈൻസ് പുറത്തേക്ക് പോകുന്നുണ്ട്. ഇവിടെയും നോർമൽ വരുന്നത് ഇതേ ഡയറക്ഷനിൽ തന്നെയാണ് ഇവിടെയും നോർമലിന്റെ ഡയറക്ഷൻ വരുന്നത്. അതുകൊണ്ട് ഇവിടെയും തീറ്റ ഇസ് ഈക്വൽ ടു 0 തന്നെയാണ്. ഇതേപോലെ ഈ സിമിലർ കേസ് തന്നെ ഇവിടെയും ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്താൽ ഫ്ലക്സിന്റെ വാല്യൂ ഫൈ ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു എസ് എന്ന് വരാം.
അപ്പോൾ നമ്മൾ രണ്ട് എൻഡ് ഫേസുകൾ എടുത്തു. ഈ സർഫസിലും ഫ്ലക്സ് ഉണ്ട്, phi is equal to E into S. ഈ സർഫസിലൂടെയുള്ള ഫ്ലക്സ് എന്ന് പറയുന്നതും phi is equal to E into S. ഇനി നമ്മൾ ഇവിടെ ഒരു സർഫസ് എടുക്കുക. ഈ കാണുന്ന ഇങ്ങനെ ഒരു സർഫസ് എടുത്താൽ ഈ സർഫസിലൂടെ ഈ സർഫസ് വരുന്നത് ഇങ്ങനെയാണ്. സർഫസിന്റെ നോർമൽ നമുക്ക് നോക്കാം. ഈ ഡയറക്ഷനിലാണ് നോർമൽ വരുന്നത്. പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ്. സർഫസിന്റെ നോർമൽ ഇരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് കാണാം ഇലക്ട്രിക് ഫീൽഡിനും നോർമലിനും ഇടയിലുള്ള ആംഗിൾ θ 90 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഫ്ലക്സ് phi is equal to ES cos 90. അതുകൊണ്ട് ഫ്ലക്സിന്റെ വാല്യൂ 0 എന്ന് വരും. അതുപോലെ ഈ ഒരു സർഫസ് എടുത്താലും നമുക്കറിയാം ഇപ്രകാരം ഒരു റെക്ടാങ്കുലർ ആയിട്ടുള്ള ഒരു ക്യൂബോയിഡ് ആണിത്. അപ്പോൾ ഇതിന് 4 വശങ്ങൾ നോക്കാം. ഇവിടെ 1, 2, ഇപ്പുറത്ത് 3, 4. ഈ 4 വശങ്ങൾ എടുത്താലും അവിടെയെല്ലാം θ വാല്യൂ 90 ഡിഗ്രി വരുന്നത് കൊണ്ട് അവിടെ ഒന്നും ഫ്ലക്സിന് കോൺട്രിബ്യൂഷൻ വരുന്നില്ല. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പുറത്തെ വശത്ത് ഇവിടെയുള്ള 1, 2, 3, 4 ഫേസുകൾ എടുത്താലും ആ 4 ഫേസുകളിലൂടെയും ഫ്ലക്സ് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ നോർമൽ ആയിട്ട് പെനിട്രേറ്റ് ചെയ്തു പോകുന്നില്ല. അപ്പോൾ നമ്മൾ വരച്ച ഈ ഗോസിയൻ സർഫസിലെ ഈ ഒരു എൻഡ് ഫേസിലും ഈ ഒരു എൻഡ് ഫേസിലൂടെയും മാത്രമേ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നോർമൽ ഡയറക്ഷനിൽ പാസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് ഈ phi is equal to ES പ്ലസ് ഇവിടെയുള്ള phi is equal to ES. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ ഫ്ലക്സ് പ്രകാരം എഴുതാം. phi is equal to 2ES. ഈ ഒരു ESഉം ഈ ഒരു ESഉം that is 2ES. അതാണ് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. This is equation number 1. ഇനി Gauss law. According to Gauss law, we know phi is equal to Q by epsilon 0. Phiയുടെ വാല്യൂ Q by epsilon 0 എന്നാണ്. ഇവിടെ Qവിന് പകരം Q അല്ല നമുക്ക് തന്നിരിക്കുന്നത് സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയാണ്. സിഗ്മയുടെ ഇക്വേഷൻ നമുക്കറിയാം. സിഗ്മ is equal to Q by S ആണ്. അങ്ങനെയാണെങ്കിൽ Q is equal to സിഗ്മ into S. ഇവിടെ നമുക്ക് Qവിന് പകരം സിഗ്മ S എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Then we get phi is equal to sigma S by epsilon 0. Phiയുടെ വാല്യൂ സിഗ്മ S by epsilon 0 എന്ന് എഴുതി. This is equation number 2. അപ്പോൾ 1ൽ പറയുന്നത് phi is equal to 2ES. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഫ്ലക്സിന്റെ വാല്യൂ ആണ്. ഇനി ഗോസ് തിയറം അനുസരിച്ച് phi is equal to sigma S by epsilon 0 ആണ്. അപ്പോൾ രണ്ടിന്റെയും റൈറ്റ് സൈഡുകൾ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. So from equations 1 and 2, 2ES, this is 2ES equal to sigma S by epsilon 0. Surface area S ന്റെ value get cancelled. Then we get E is equal to sigma by 2 epsilon 0. But this is the equation for electric field due to a uniformly charged infinite plane sheet. That is E is equal to sigma by 2 epsilon 0. Equation നോക്കിയാൽ sigma surface charge density constant ആണ്. 2 epsilon 0 are also constants. This means that the value of electric field is constant. ഇവിടെ r എന്നുള്ള ഡിസ്റ്റൻസ് ഇക്വേഷനിൽ വരുന്നില്ല. അപ്പോൾ ഒരു യൂണിഫോം ഷീറ്റ് ഓഫ് ചാർജ് എടുത്താൽ ഇവിടെ ഏതൊരു പോയിന്റ് എടുത്താലും അവിടെ എല്ലായിടത്തും ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി കോൺസ്റ്റന്റ് ആണ്. അതേപോലെ ഇപ്പുറത്തും ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി കോൺസ്റ്റന്റ് ആണ്. അതായത് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇപ്രകാരം ഒരു പ്ലെയിൻ ഷീറ്റ് ഓഫ് യൂണിഫോംലി ചാർജ് ചെയ്ത ഒരു പ്ലെയിൻ ഷീറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ഇക്വേഷനിൽ r വരാത്തത് കൊണ്ട് നമുക്ക് ഇപ്രകാരം പറയാം ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഡിസ്റ്റൻസ് r. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു 2 പ്ലെയിൻ ഷീറ്റ്സ് ഓഫ് ചാർജ്. ഒരു സിംഗിൾ ഷീറ്റ് ഓഫ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. E is equal to sigma by 2 epsilon 0. അതിന്റെ തന്നെ ഒരു സ്പെഷ്യൽ കേസ് ആണ് 2 ഷീറ്റ്സ് ഓഫ് ചാർജസ് വെക്കുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പ്ലെയിൻ ഷീറ്റ് A എന്നുള്ള ഒരു ഷീറ്റ്, അതിന് യൂണിഫോം ആയിട്ട് പോസിറ്റീവ് ചാർജ് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ചാർജ് ഡെൻസിറ്റി പ്ലസ് സിഗ്മ. അടുത്ത നെക്സ്റ്റ് ഒരു പ്ലേറ്റ് B, അതിൽ നെഗറ്റീവ് ആയിട്ടാണ് ചാർജ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ചാർജ് ഡെൻസിറ്റി മൈനസ് സിഗ്മ. അപ്പോൾ ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റും ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റും രണ്ടിന്റെയും സർഫസ് ചാർജ് ഡെൻസിറ്റി ഒന്ന് പ്ലസ് സിഗ്മയും മറ്റേത് മൈനസ് സിഗ്മയും. ഇനി നമ്മൾ ഇവിടെ 3 റീജിയൻസ് കൺസിഡർ ചെയ്യുകയാണ്. ഫസ്റ്റ് റീജിയൻ 1, അതായത് ലെഫ്റ്റ് എൻഡിലുള്ള റീജിയൻ. നെക്സ്റ്റ് റീജിയൻ 2, അതായത് രണ്ട് പ്ലേറ്റ്സിനും ഇടയിലുള്ള റീജിയൻ 2. ദെൻ റീജിയൻ 3, അതായത് റൈറ്റ് എൻഡിൽ വരുന്ന റീജിയൻ 3.
ഈ 3 റീജിയനിലെയും ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം റീജിയൻ 1. ആ റീജിയൻ 1ൽ ഒരു പോയിന്റ് പി കൺസിഡർ ചെയ്തു. അപ്പോൾ പി എന്നുള്ള ഒരു പോയിന്റ്, ഈ പി എന്നുള്ള പോയിന്റിൽ ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റും ഒരു ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട്, നെഗറ്റീവ് ചാർജുള്ള പ്ലേറ്റും ഒരു ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. ആദ്യം പോസിറ്റീവ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് നമുക്ക് നോക്കാം. പോസിറ്റീവ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് എപ്പോഴും പോസിറ്റീവ് ചാർജിൽ നിന്നും ഔട്ട്വേർഡ് ഡയറക്ഷനിലായിരിക്കും. പോസിറ്റീവ് ചാർജ് ഇവിടെയാണ് ഇരിക്കുന്നത്, അപ്പോൾ പിയിൽ നിന്നും പുറത്തേക്കായിരിക്കും ഫീൽഡിന്റെ ഡയറക്ഷൻ. അപ്പോൾ ഫീൽഡിന്റെ ഡയറക്ഷൻ നമുക്ക് മാർക്ക് ചെയ്യാം. ഇപ്രകാരമാണ് പോസിറ്റീവ് ചാർജിലെ ഫീൽഡ്. ഇനി നമ്മൾ ആദ്യം ഈ ഒരു പ്ലേറ്റ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഒരു സിംഗിൾ പ്ലെയിൻ ഷീറ്റ് ആണെങ്കിൽ അതിലെ ഫീൽഡിന്റെ ഇക്വേഷൻ നമുക്കറിയാം, E is equal to sigma by 2 epsilon 0. അപ്പോൾ എ എന്നുള്ള പ്ലേറ്റ് ഉണ്ടാക്കുന്ന ഫീൽഡ് ആയതുകൊണ്ട് നമുക്കതിനെ EA എന്ന് ഡിനോട്ട് ചെയ്യാം. അതായത് EA is equal to sigma by 2 epsilon 0. അതിന്റെ ഡയറക്ഷൻ ഔട്ട്വേർഡ് ആണ്. ഇനി ഇതേ പി എന്നുള്ള പോയിന്റിൽ ഈ നെഗറ്റീവ് ചാർജും ഒരു ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നെഗറ്റീവ് ചാർജിലെ ഫീൽഡ് എപ്പോഴും ഈ പോയിന്റിൽ നിന്നും ചാർജിന്റെ അടുത്തേക്ക്, അതായത് ഇങ്ങോട്ടേക്കായിരിക്കും ഫീൽഡ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഡയറക്ഷൻ നമുക്ക് മാർക്ക് ചെയ്യാം ടുവേർഡ്സ് ദ നെഗറ്റീവ് ചാർജ്. അപ്പോൾ പോയിന്റിൽ നിന്നും നെഗറ്റീവ് ചാർജിന്റെ അടുത്തേക്കാണ് ഫീൽഡിന്റെ ഡയറക്ഷൻ. അതിന്റെയും മാഗ്നിറ്റ്യൂഡ്, അപ്പോൾ നമ്മൾ ഈ പ്ലേറ്റ് ബി മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ബി ഉണ്ടാക്കുന്ന ഫീൽഡിന്റെ ഇക്വേഷൻ, ആ ഫീൽഡിനെ നമുക്ക് EB എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ഫീൽഡിന്റെ ഇക്വേഷൻ ഇപ്രകാരം എഴുതാം, EB is equal to sigma by 2 epsilon 0. അപ്പോൾ ഇവിടെ നോക്കുക, പി എന്നുള്ള പോയിന്റിന്റെ അടുത്താണ് പോസിറ്റീവ് ചാർജ് പ്ലേറ്റ് ഇരിക്കുന്നത്. അതുണ്ടാക്കുന്ന ഫീൽഡ് ആണ് EA is equal to sigma by 2 epsilon 0. നെഗറ്റീവ് ചാർജിൽ നിന്നും ലാർജ് ഡിസ്റ്റൻസിലാണ്, പി എന്നുള്ള പോയിന്റിൽ നിന്നും വളരെ ലാർജ് ഡിസ്റ്റൻസിലാണ് നെഗറ്റീവ് ചാർജ് പ്ലേറ്റ് ഇരിക്കുന്നത്. അതുണ്ടാക്കുന്ന ഫീൽഡും സിഗ്മ ബൈ 2 epsilon 0 ആണ്. അതായത് ഡിസ്റ്റൻസിനെ, ഇവിടെ ഡിസ്റ്റൻസ് ഇത്രയേ ഉള്ളൂ, എന്നാൽ അടുത്ത പ്ലേറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഇത്രയ്ക്കുണ്ട്. അപ്പോൾ ഡിസ്റ്റൻസ് വളരെ കൂടിയാലും ഫീൽഡിനെ അത് ബാധിക്കുന്നില്ല. നമ്മൾ നേരത്തെ കണ്ടു, ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഡിസ്റ്റൻസ്. ഇക്വേഷനിൽ 6 വരുന്നില്ല, അതുകൊണ്ട് മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ഈ മാഗ്നിറ്റ്യൂഡും EA is equal to EB രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. പക്ഷെ നമുക്കറിയാം ഡയറക്ഷൻസ് ഡിഫറെന്റ് ആണ്, രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് ടോട്ടൽ ഫീൽഡ് E is equal to EA plus EB. ഇതിൽ EA പോസിറ്റീവ് ഡയറക്ഷൻ എടുക്കുകയാണെങ്കിൽ EB നെഗറ്റീവ് ഡയറക്ഷൻ എടുക്കണം. അതുകൊണ്ട് രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് സിഗ്മ ബൈ 2 epsilon 0 മൈനസ് സിഗ്മ ബൈ 2 epsilon 0 ദാറ്റ് ഈസ് E is equal to 0 എന്ന് കിട്ടും. അപ്പോൾ റീജിയൻ 1ൽ ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് E is equal to 0. There is no electric field in this region. ഇനി നെക്സ്റ്റ് സെക്കൻഡ് റീജിയൻ എടുക്കുക. സെക്കൻഡ് റീജിയനിലും ഒരു പോയിന്റ് P കൺസിഡർ ചെയ്തു. ഈ P എന്നുള്ള പോയിന്റിൽ ആദ്യം പോസിറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന ഫീൽഡ് നോക്കാം. പോസിറ്റീവ് ചാർജിലെ ഫീൽഡിന്റെ ഡയറക്ഷൻ പോസിറ്റീവ് ചാർജിൽ നിന്നും പുറത്തേക്ക്, അപ്പോൾ ഇവിടെ നിന്നും ഔട്ട്വേർഡ് ഡയറക്ഷനിലാണ്. അപ്പോൾ അതിന്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്തു. ഫീൽഡ് പോസിറ്റീവ് പ്ലേറ്റിൽ നിന്നും പുറത്തേക്കാണ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. EA is equal to sigma by 2 epsilon 0. ഇനി നെഗറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന ഫീൽഡ് എഴുതാം. നെഗറ്റീവ് ചാർജ് ആ പോയിന്റിൽ നിന്നും ടുവേർഡ്സ് ദ ചാർജ് ആണ്, ചാർജിന്റെ അടുത്തേക്കാണ് ഡയറക്ഷൻ. അപ്പോൾ നെഗറ്റീവ് ചാർജിലെ ഫീൽഡിന്റെ ഡയറക്ഷൻ ഇപ്രകാരമാണ്, അതായത് ടുവേർഡ്സ് ദാറ്റ് ചാർജ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് ഇപ്രകാരം മാർക്ക് ചെയ്യാം, EB is equal to sigma by 2 epsilon 0. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, രണ്ടിന്റെയും ഡയറക്ഷൻസും സെയിം ആണ്, രണ്ടും ഒരേ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ടോട്ടൽ ഫീൽഡ് E is equal to EA plus EB. രണ്ടും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് ആഡ് ചെയ്യണം. E is equal to sigma by 2 epsilon 0 plus sigma by 2 epsilon 0. Therefore we get E is equal to sigma by epsilon 0. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഡബിൾ ആയി. സിംഗിൾ ഷീറ്റ് ആണെങ്കിൽ സിഗ്മ ബൈ 2 epsilon 0 ആണ്. രണ്ട് ഷീറ്റ്സ് എടുക്കുകയാണെങ്കിൽ രണ്ട് ഷീറ്റ്സിനും ഇൻ ബിറ്റ്വീൻ, അതിനിടയിലുള്ള ആ റീജിയനിൽ ഇലക്ട്രിക് ഫീൽഡ് E is equal to sigma by epsilon 0. അപ്പോൾ ഈ രണ്ട് പ്ലേറ്റിനും ഇടയിൽ നമുക്കൊരു യൂണിഫോം ആയിട്ടുള്ള ഫീൽഡ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ രണ്ട് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് പ്ലേറ്റ്സ് വെച്ചാൽ ആ രണ്ട് പ്ലേറ്റുകൾക്കും ഇടയിൽ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്, ഈ ഒരു റീജിയനിൽ എല്ലായിടത്തും ഒരേ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഫീൽഡ് ആയിരിക്കും. അതിന്റെ വാല്യൂ ആണ് സിഗ്മ ബൈ എപ്സിലോൺ 0. നെക്സ്റ്റ് റീജിയൻ 3 കൺസിഡർ ചെയ്യാം. റീജിയൻ 3ലും ഒരു പോയിന്റ് P കൺസിഡർ ചെയ്തു. ആ P എന്നുള്ള പോയിന്റിൽ ആദ്യം A എന്നുള്ള പ്ലേറ്റ് ഇവിടെയാണ്. എയിൽ നിന്നുള്ള ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും ചാർജിൽ നിന്ന് ഔട്ട്വേർഡ് പുറത്തേക്കാണ്.
അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമുക്ക് മാർക്ക് ചെയ്യാം. അത് ഔട്ട്വേർഡ് ആണ്, പുറത്തേക്കാണ് ആക്ട് ചെയ്യുന്നത്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് EA is equal to sigma by 2 epsilon 0. ഇനി നെഗറ്റീവ് പ്ലേറ്റ് ഉണ്ടാക്കുന്ന ഫീൽഡ് അതിന്റെ ഡയറക്ഷൻ ആ പോയിന്റിൽ നിന്നും ചാർജിന്റെ അടുത്തേക്കാണ്. അപ്പോൾ അതിന്റെ ഡയറക്ഷൻ ഇപ്രകാരം മാർക്ക് ചെയ്യാം. അതിന്റെ മാഗ്നിറ്റ്യൂഡും സെയിം തന്നെ, EB is equal to sigma by 2 epsilon 0. ഇവിടെയും രണ്ടും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷെ രണ്ടിന്റെയും ഡയറക്ഷൻസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ഒരെണ്ണം പോസിറ്റീവ് എടുത്താൽ മറ്റത് നെഗറ്റീവ് എടുക്കണം. ദെൻ ടോട്ടൽ ഫീൽഡ് is equal to EA plus EB. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് E is equal to sigma by 2 epsilon 0 minus sigma by 2 epsilon 0. That is E is equal to 0. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. റീജിയൻ 1 ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. റീജിയൻ 3 ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. രണ്ട് പ്ലേറ്റ്സിനും ഇടയിലുള്ള റീജിയനിൽ മാത്രമാണ് ഇലക്ട്രിക് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ്. അതിന്റെ വാല്യൂ വരുന്നത് ഒരു സിംഗിൾ ഷീറ്റിന്റെ ഫീൽഡിന്റെ ഡബിൾ ആണ്. ദാറ്റ് ഈസ് സിഗ്മ E is equal to sigma by epsilon 0.